ബാബുസ്വാമി നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. ഇതിലെല്ലാം ബാബുസ്വാമിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. അവരുടെ താല്പര്യങ്ങൾ, അഭിനയം അത് അവർ പ്രോത്സാഹിപ്പിക്കുക. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഭിനയമാണല്ലോ അവർ പുറത്തു കൊണ്ടുവരുന്നത്. ഈ യാത്രയിലാണ് ഒരു നാൾ നാഗാസൈരന്ധ്രി ദേവിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് ആ സൗഹൃദം, ഒരു ആത്മീയമായിട്ടുള്ള ആ ഉണർവുള്ള ദേവിയാണെന്ന് മനസ്സിലാക്കുകയും അവരോട് അതോട്ടാണ് അപ്പം മുതലാണ് അവരുമായിട്ടുള്ള ആ ബന്ധം ഉണ്ടായിരുന്നത്. അവരോട് ചോദിക്കുന്ന രീതിയിലാണ് അവർ ഉത്തരം നൽകുന്നത്. നല്ല രീതിയിൽ സംസാരിക്കുന്നവരോടൊന്നും അവർ തെറ്റായി പറയുന്നില്ലല്ലോ. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നതും എന്താണോ അവരോട് ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് പോകുന്നത്. അതിന് നമ്മൾ നല്ലതായി എടുക്കുക, അത് മനസ്സിലാക്കുക. മഹാദേവിയുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു നമ്മുടെ കൂടെ ഒരു ഡാൻസർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ബാബുവാണ്. അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മയും ബാബുസ്വാമിയും ഒന്ന് കളിക്കൂ, ഒന്ന് ഡാൻസ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് നമ്മൾ ചെറുതെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കളിക്കുന്നത്. ലളിതമായ ജീവിതം നയിക്കുന്നു. വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. മറ്റ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ജോലിക്ക് അപ്പുറമുള്ള സമയങ്ങളിലാണ് അദ്ദേഹം സമയം കണ്ടെത്താറുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ദോഷമൊന്നുമില്ല. എങ്കിലും ആ ചെറുപ്പം മുതലുള്ള ആ ആധ്യാത്മിക ജീവിതം ഇപ്പോഴും കൈവിടാതെ അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. ആദ്യമെല്ലാം ബാബുസ്വാമിയെ എല്ലാവരും കല്ലെറിയുമായിരുന്നു. നല്ലൊരു പയ്യൻ, നല്ലൊരു ജോലിയുണ്ട്, എന്താ വേഷം കെട്ടി നടക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾക്കിതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അവരുടെ അറിവില്ലായ്മയാണ് അവരിങ്ങനെ പറയാൻ കാരണം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബാബുസ്വാമിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം സ്വാമി. നമസ്കാരം. ഇപ്പോൾ ബാബുസ്വാമി എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോ വീഡിയോയിൽ, ഇപ്പം നാഗസൈതന്ധ്രിയുടെ വീഡിയോയിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാബുസ്വാമി എന്നുള്ള പേര് കൂടുതൽ അറിയുന്നത്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി അറിയാൻ ആരാണ് യഥാർത്ഥത്തിൽ ബാബുസ്വാമി? എല്ലാവർക്കും നമസ്കാരം. ബാബുസ്വാമി എന്ന് നിങ്ങൾ ചോദിക്കുന്നത് നമ്മളൊരു സാധാരണ ആളാണ്. പക്ഷേ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഈശ്വരീയ ചിന്തയും പല ഗുരുക്കന്മാരെ കണ്ടുമുട്ടി ബ്രഹ്മവിദ്യയിലൂടെ നമ്മൾ ധ്യാനം, ജപം എന്നിവ ആണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞത് ബാബുസ്വാമി, ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു നഗരസഭേൻ്റെ അടുത്താണ്, ബാബുസ്വാമി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ബാബുസ്വാമി ജോലി ചെയ്യുന്നുണ്ടോ, എന്താണ്? ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലാണ് ജോലി ചെയ്യുന്നത്. 1996 മുതൽ ഞാനിവിടെ താൽക്കാലിക ജോലിക്കാരനായിരുന്നു. ശുചീകരണ വിഭാഗം ജോലിക്കാരനാണ്. 2009 ഞങ്ങൾ പെർമനൻറ്റ് സ്റ്റാഫായി ഞാനിവിടെ ജോലി ചെയ്തു വരികയാണ്. എങ്കിലും ആ ചെറുപ്പം മുതലുള്ള ആ ആധ്യാത്മിക ജീവിതം ഇപ്പോഴും കൈവിടാതെ അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പം ഇങ്ങനെ ഈ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പം ഇപ്പോൾ ചിലർ വീഡിയോ കണ്ട ആളുകൾ അടക്കം ചോദിക്കുന്നുണ്ടാവും, ഇതൊരു തട്ടിപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അവരോട് എന്താണ് ബാബുസ്വാമിക്ക് മറുപടി പറയാനുള്ളത്? അതായത് ഒരു മനുഷ്യനും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരല്ല. വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ ചിന്താഗതിയുണ്ട്. അവർക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷേ ചിന്തിക്കുന്നവരാരും യഥാർത്ഥത്തെ അന്വേഷിച്ചിറങ്ങുന്നില്ല. ഈ നാഗസൈന്ധ്രിയായിട്ടുള്ളൊരു സൗഹൃദം അതെങ്ങനെയായിരുന്നു ബാബുസ്വാമിക്ക് തുടങ്ങുന്നത്? ആത്മീയമായി ചിന്തിച്ച് നമ്മൾ പല ഭാഗങ്ങളും യാത്ര ചെയ്യുകയുണ്ടായി. ഈ യാത്രയിലാണ് ഒരു നാൾ നാഗാസൈരന്ധ്രി ദേവിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് ആ സൗഹൃദം, ഒരു ആത്മീയമായിട്ടുള്ള ആ ഉണർവുള്ള ദേവിയാണെന്ന് മനസ്സിലാക്കുകയും അവരോട് അതോട്ടാണ് അപ്പം മുതലാണ് അവരുമായിട്ടുള്ള ആ ബന്ധം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വീഡിയോ ബാബുസ്വാമിയെ കുറിച്ച് പറയുന്ന വീഡിയോ, അതിപ്പോൾ പലരും ഡഫ് മാച്ചൊക്കെ ചെയ്യുന്നുണ്ട്, പലരും അത് വീഡിയോകളിൽ അങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആ വീഡിയോകളൊക്കെ സ്വാമി കാണുന്നുണ്ടോ, കാണിച്ചു തരുന്നുണ്ടോ കൂടെയുള്ളവർ? പല വീഡിയോകളും പലവരും കാണുന്നുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ കാണുന്നുണ്ട്. ഓഫീസിലെ സ്റ്റാഫുകൾ എനിക്ക് അത് ഇട്ടു തരുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ബാബുസ്വാമിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ?
ഒരു വിഷമവുമില്ല. അവരുടെ താല്പര്യങ്ങൾ, അഭിനയം അത് അവർ പ്രോത്സാഹിപ്പിക്കുക. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഭിനയമാണല്ലോ അവർ പുറത്തു കൊണ്ടുവരുന്നത്. അതിൽ നമുക്കെന്താ, നമ്മളത് ആനന്ദിക്കുക വേണ്ടത്. ചിലർ ആ സൗഹൃദത്തെ തെറ്റായ രീതിയിലൊക്കെ വീഡിയോകളിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ സ്വാമിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ടോ? എന്തിനാണ് അവർ അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ ഇത് കാണിക്കുന്നത് എന്നുള്ളത്? തെറ്റായ രീതിയിൽ കാണിക്കുന്നതും അവരുടെ ഒരു കലയാണ്. അവരവരുടെ ഉള്ളിലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ കയ്യിലുള്ളതല്ലേ മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുള്ളൂ. നന്മ ചിന്തിക്കുന്നവർക്ക് നന്മ കൊടുക്കാൻ പറ്റും, തിന്മ ചിന്തിക്കുന്നവർക്ക് തിന്മ കൊടുക്കാൻ പറ്റും. അത് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ അതിൽ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ നാഗയെ കുറിച്ച് ഞാൻ മുന്നൊരു ഒരു സ്ഥലത്ത് ഒരു കുറിപ്പ് വായിച്ചിട്ടുള്ളതാണ്. നാഗ നല്ല വിദ്യാഭ്യാസമുള്ളൊരു ആളായിരുന്നു. അതുപോലെ സ്വന്തം കുടുംബത്തെ ദുരന്തത്തിൽ നിന്ന് കരകയറ്റാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്യേണ്ടി വന്ന ഒരാളായിരുന്നു എന്നുള്ളത്. അത് കേട്ടതൊക്കെ സത്യമാണോ? സത്യമാണ്. നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി അവരെ അന്വേഷിച്ചു. അവരെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. കിടക്കാൻ പോലും ശരിയായിട്ടുള്ള സ്ഥലമില്ല. ചോർന്നൊലിക്കുന്ന വീടുകളാണ്. ഇതൊന്നും ആർക്കും അറിയില്ല. സാധാരണക്കാരനെ അവൻ്റെ ബുദ്ധിമുട്ടുകളോ ആര് എന്ത് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നത്. എന്നാൽ യഥാർത്ഥം കണ്ടാൽ നമ്മൾക്ക് കണ്ണിൽ നിന്ന് കണ്ണീര് വരും. പക്ഷെ നാഗ ചില വീഡിയോകളിലൊക്കെ നാഗ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, തെറി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സുകൾ പൊതുവിൽ ഉണ്ടാകാറുണ്ട്. സ്വാമിക്ക് തോന്നിയിട്ടുണ്ടോ നാഗയോട് അങ്ങനെ പറയണം, വാക്കുകൾ കുറച്ച് സൂക്ഷിക്കണം എന്ന് പറയണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അവരോട് ചോദിക്കുന്ന രീതിയിലാണ് അവർ ഉത്തരം നൽകുന്നത്. നല്ല രീതിയിൽ സംസാരിക്കുന്നവരോടൊന്നും അവർ തെറ്റായി പറയുന്നില്ലല്ലോ. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നതും എന്താണോ അവരോട് ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് പോകുന്നത്. അതിന് നമ്മൾ നല്ലതായി എടുക്കുക, അത് മനസ്സിലാക്കുക. ശരിക്കും നാഗ അന്നേരം ഡാൻസ് ചെയ്യാൻ ബാബുസ്വാമി വിളിച്ചിരുന്നോ? ഞങ്ങൾ അവിടെ നാഗാദേവിയുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു. നമ്മുടെ കൂടെ ഒരു ഡാൻസർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ബാബുവാണ്. അദ്ദേഹം ഡാൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മയും ബാബുസ്വാമിയും ഒന്ന് കളിക്കൂ, ഒന്ന് ഡാൻസ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് നമ്മൾ ചെറുതെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കളിക്കുന്നത്. അത്രയേ ഉണ്ടാവുള്ളൂ. നാഗയുടെ കൂടെ താമസിച്ചപ്പോ സ്വാമിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവരെ കുറിച്ച് മോശം കമന്റുകൾ പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ സ്വാമിക്ക് അവിടെ താമസിച്ച അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പാപം സ്ത്രീയാണെന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു സ്വാമിക്ക് മൊത്തത്തിൽ അവിടെ താമസിച്ചപ്പോൾ അവരുടെ കൂടെ ചെലവഴിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്? ഓരോ മനുഷ്യനും മാറ്റങ്ങൾ സംഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ മുറിവേറ്റവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, പല തിരിച്ചറിവുകളുണ്ടാകും. അതാണ് അവിടെയും നാഗ സൈനന്ദ്രിക്ക് സംഭവിച്ചത്. ഈ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, ആത്മീയതയിലൂടെ അവർ ചിന്തിക്കുമ്പോൾ സൈലൻ്റായിരുന്നു ധ്യാനിക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ഈ ധ്യാനിക്കുന്ന സമയത്ത് പല വെളിപാടുകളും നമ്മൾക്കുണ്ടാകും. അതാണ് അവരവിടെ നിഷ്കളങ്കമായി ചെയ്യുന്നത്. അവർ നല്ല ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ അവിടെ പോയി മനസ്സിലാക്കിയത്. നന്നായി ചിത്രം വരയ്ക്കും, നല്ലവണ്ണം ചിത്രം വരയ്ക്കും. മാത്രമല്ല അവിടെ ശില്പമെല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ പൂജിക്കുന്നു. അവർ സൈലൻ്റായിരിക്കുന്നു, ലളിതമായ ജീവിതം നയിക്കുന്നു. വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അവർ ഇങ്ങനെ ചിലരൊക്കെ പറയുന്ന കേട്ടു, ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു നാഗ, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് എന്നൊക്കെ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും എപ്പോഴെങ്കിലും? നമ്മൾ ആത്മീയമായി മാത്രമാണ് ചിന്തിച്ചത്. നമ്മൾക്ക് ആരുടെയും കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായ ആവശ്യമില്ല. കാരണം ഒരു വ്യക്തി എങ്ങനെയാണോ നന്മയിലേക്ക് വരുന്നത് അതുമാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെന്ത് പിന്നോട്ട് പോകണു? നമ്മൾ വാൽമീകിയായാലും മറ്റുള്ളവരെയായാലും എടുക്കുമ്പോൾ അവരുടെ പിന്നാമ്പുറത്തിനാണ് നമ്മൾ ആചരിക്കുന്നത്. വാത്മീകിയായ ആ മഹാമനുഷ്യനെ ചിന്തിച്ച പോരെ? അതല്ലേ ശരി? ബാബുസ്വാമിക്ക് എങ്ങനെയാണ് ഈ ആത്മീയതയിലേക്കൊക്കെ പോകാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനൊരു ജീവിതം നയിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമ്മളിവിടെ ചെറുപ്പം മുതൽ ഞങ്ങളിവിടെ ഒരു മണിയേട്ടൻ എന്ന് പറയുന്ന യോഗാചാര്യനുണ്ടായിരുന്നു. ആ സദ്ഗുരു സിദ്ധാശ്രമം, ആ യോഗാശ്രമത്തിൽ നിന്നാണ് യോഗ പഠിക്കാൻ പോയിരുന്നു ബാബുസ്വാമി. അപ്പോൾ ആത്മീയമായിട്ടും ഗുരുനാഥൻ യോഗയും ആത്മീയ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. പിന്നെ നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കുക പറഞ്ഞ് നമ്മൾ ചീത്ത പറയുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും തന്ന വിദ്യകൾ നമ്മൾ ഉപയോഗിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്.
ബാബുസ്വാമി ഇങ്ങനെ ഒരു വേഷത്തിൽ പോകുമ്പം ആളുകളൊക്കെ എന്താണ് ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് സ്വാമിയെ സമീപിക്കാറുള്ളത്? ആദ്യമെല്ലാം ബാബുസ്വാമിയെ എല്ലാവരും കല്ലെറിയുമായിരുന്നു. നല്ലൊരു പയ്യൻ, നല്ലൊരു ജോലിയുണ്ട്, എന്താ വേഷം കെട്ടി നടക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾക്കിതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അവരുടെ അറിവില്ലായ്മയാണ് അവരിങ്ങനെ പറയാൻ കാരണം. പക്ഷേ യഥാർത്ഥത്തിൽ ആരും ആഴങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല. അറിവില്ലായ്മ മാത്രമാണ് പല രീതിയിൽ ചിന്തിക്കുന്നത്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട്. ഈ മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ബാബുസ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സമയത്ത് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ ഡിപ്രഷൻ, മനഃശാന്തി ഇല്ലായ്മ ഒക്കെ. അങ്ങനെയുള്ള ആളുകൾ ബാബുസ്വാമി തേടി വരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വാമി ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരാൾ കൂടിയാണോ? മാനസിക ടെൻഷൻ, ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ. പക്ഷേ അവർ കുറച്ച് നാളുകൾക്ക് നമ്മളുടെ നിയന്ത്രണത്തിലൂടെ നമ്മൾ പറയുന്ന വാക്കുകൾ അനുസരിക്കുന്നപ്പോൾ അവർക്ക് പൂർണ്ണമായി 100% ഗുണപ്പെടാറുണ്ട്. അവർ മനഃശാന്തി ആനന്ദകരമായി ജീവിക്കുന്നുണ്ട്. ബാബുസ്വാമി യോഗ പരിശീലിപ്പിക്കുന്നുണ്ടോ ഇപ്പോൾ ആളുകളെ? യോഗ പരിശീലിപ്പിക്കുന്നില്ല, മെഡിറ്റേഷൻ, അതിലുള്ള ചെറിയ യോഗകളാണ്. അതിന് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വളരെ ലളിതമായിട്ടുള്ള യോഗകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു വേഷവിധാനം കാണുമ്പം തീർച്ചയായും ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ബാബുസ്വാമി ഒരു ആൾദൈവമാണോ എന്നുള്ളത്. ആൾദൈവം എന്ന് നമ്മൾ പറയുന്നില്ല. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, പലർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വസ്ത്രമിടാനും സ്വാതന്ത്ര്യമില്ലേ? എല്ലാം സ്വതന്ത്രനായി ജീവിക്കാനാണ് നമ്മുടെ ആധ്യാത്മികത മുഴുവൻ പറയുന്നത്. സ്വതന്ത്രനാകണം, സ്വതന്ത്രമായി ചിന്തിക്കുകയും നന്മകൾ മാത്രം എടുത്ത് ജീവിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരം പ്രശ്നങ്ങളുണ്ടാകില്ല. ബാബുസ്വാമിയെ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ചണ്ടാള ബാബയുടെ പരിപാടിയിൽ വന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണം ലഭിക്കുന്നത്? ഈ നാഗയെക്കുറിച്ച് ചോദിച്ചതുപോലെ തന്നെ ചണ്ടാള ബാബയുമായിട്ടുള്ള ബാബുസ്വാമിയുടെ ഒരു സൗഹൃദം എങ്ങനെയാണ്? ചണ്ടാള ബാബ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ആത്മസഹോദരനാണ്. ആദ്യം ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നേരിട്ട് പോയി എന്താണെന്ന് അറിയാനായിട്ട് അറിഞ്ഞു. അദ്ദേഹവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷേ ഇതുപോലെ തന്നെയാണ് നല്ല വിദ്യാഭ്യാസം നേടി ആത്മീയതയിലൂടെ ആധ്യാത്മികമായിട്ടുള്ള നിറയെ പഠിച്ചതും. അറിവാണ് ഏറ്റവും മനുഷ്യനെ മുന്നിലെത്തിക്കുന്നത്. അറിവില്ലാത്തവനൊന്നുമില്ല, ആരും ചിന്തിക്കുന്നില്ല, അറിവുണ്ടാകുന്നില്ല. ചണ്ടാള ബാബ അറിവാളിയാണ്. നമ്മൾക്കതാണ് പറയുന്നത്. നല്ല അറിവിനെ ദുരുപയോഗം ചെയ്യുന്നില്ല. ഗുണമാണ് അദ്ദേഹത്തിനുള്ളത്. എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ മനഃശാന്തി ലഭിക്കാതെ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ബാബുസ്വാമിയുടെ അടുത്തേക്ക്, അവരോട് ബാബുസ്വാമി പറയുന്ന ഒരു പ്രധാന കാര്യം എന്തായിരിക്കും? മനഃശാന്തി ലഭിക്കാതിരിക്കുന്നതിന് കാരണം ആദ്യം നമ്മുടെ വാക്കുകളാണ്. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ അവനവനെക്കുറിച്ച് ചിന്തിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആദ്യം അവനവൻ്റെ പ്രശ്നം നോക്കുക. അവനവനെ ചിന്തിക്കുന്നില്ല ആരും. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇത് പറയുമ്പോൾ നമ്മൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ചണ്ടാള ബാബയെ പലരും വിമർശിക്കുന്നു. ഇപ്പൊ ചണ്ടാള ബാബ ഈ ആഭിചാര ക്രിയയെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അദ്ദേഹം അങ്ങനത്തെ ക്രിയകളൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കാറുണ്ട്. ബാബുസ്വാമിക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനത്തെ ക്രിയകൾ ചെയ്യുന്നതിനോടും അങ്ങനത്തെ ക്രിയകളിലേക്ക് ആളുകൾ പോകുന്നതിനോടും ബാബുസ്വാമിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനു മുമ്പ് നമ്മൾ പറയാം, ഈ ഭാരത സംസ്കാരത്തിൽ അനവധി സാധനങ്ങളുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ബാബാജി കൈകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിനെയും ഈ മാറ്റി നിർത്തണ്ടല്ലേ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാണ്. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ളതല്ല. സംസ്കാരം, പലതരം സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരത്തിൽ സമ്പ്രദായങ്ങളുണ്ട്. എല്ലാ സമ്പ്രദായങ്ങളും ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണ്ടേ? ആ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഉള്ളതുകൊണ്ട് ബാബാജിക്കും നമ്മൾക്ക് തിരിച്ചറിയാം, നമ്മൾ ബാബാജിയും തിരിച്ചറിയാൻ സാധിക്കും. സ്വാമി അങ്ങനെ ക്രിയകൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, നമ്മൾ ചെയ്യുന്നില്ല.
സ്വാമി ഇപ്പം കൃത്യമായ ആളുകൾക്ക് കൊടുക്കുന്നത് ഇങ്ങനത്തെ മെഡിറ്റേഷനും കാര്യങ്ങളും ആണെന്ന് പറഞ്ഞല്ലോ. സ്വാമി എങ്ങനെയാണ് ആളുകൾ കണ്ടെത്തുക? എങ്ങനെയുള്ള ആളുകൾ സ്വാമിയെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളായിട്ട് കണ്ടെത്തല്ല, ആളുകൾ തിരഞ്ഞു വരികയാണ്. നമ്മളെ തിരഞ്ഞു വരുന്നു. മാനസികമായിട്ടുള്ള ടെൻഷൻ, അതിനുള്ള പ്രശ്നം, ശാരീരിക പ്രശ്നങ്ങൾ, ഇതാണ് മെയിനായിട്ടും നമ്മൾ പറയുന്നത്. അപ്പോൾ അവരുടെ ആദ്യം ഭക്ഷണ നിയന്ത്രണം, പിന്നെ മനോനിയന്ത്രണം, അതിനുള്ള ചില ക്രിയകളുണ്ട്. അതെല്ലാം നേരിട്ട് വന്ന് അനുഭവിക്കണം. അല്ലാതെ ഇത് ക്ലാസ്സുകളിലൂടെ കൊടുത്താലൊന്നും ഇത് ശരിയാവില്ല. ഇപ്പം ഏകദേശം എത്ര വർഷമായി കാണും സ്വാമി ഇങ്ങനൊരു ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട്? ആത്മീയമായിട്ട് ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഏകദേശം ഒരു 35 വർഷം ഉണ്ടാവും ആത്മീയമായിട്ട്. ഇപ്പൊ ഈ വീഡിയോ വൈറലായതിനു ശേഷം ഇപ്പൊ ആളുകൾ കാണുന്നുണ്ടാവും. അതുപോലെ സ്വാമി ഇപ്പോൾ ജോലിക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ആളുകളുടെ സംസാരവും റെസ്പോൺസൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ഈ വേഷത്തിൽ കാണുമ്പോൾ എല്ലാവരും അതാ ബാബുസ്വാമി വരുന്നു, നമ്മുടെ ബാബുസ്വാമി വരുന്നു, ഒന്ന് സെൽഫി എടുക്കാൻ വരുന്നു, വീഡിയോ എടുക്കാൻ വരുന്നു. അവരങ്ങനെയാണ്, നല്ല രീതിയിലാണ്. ഞാൻ വളരെ പോസിറ്റീവായി മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് ആരെയും വെറുക്കണ്ടല്ലോ. ഇപ്പൊ കുറച്ചുകൂടി സ്വീകാര്യത കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ പണ്ടത്തതിനേക്കാൾ? തീർച്ചയായിട്ടും. ഇങ്ങനെ അടുത്ത് വന്ന ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അടുത്ത് വരുന്നുണ്ട്. അവർക്ക് വീഡിയോ എടുക്കണം പറയാണ്ട്, കൂടെ നിർത്തി ഒന്ന് സെൽഫി എടുക്കണം, എനിക്ക് പോസ്റ്റ് ചെയ്യണം സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു യൂട്യൂബർ നാഗ സംസാരിക്കുന്നത് ആ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഓ ബാബുസ്വാമിക്ക് ഇപ്പൊ ഇറങ്ങി ഓടിയാൽ മതി എന്ന് തോന്നുന്നുണ്ടാവും. കാരണം നാഗ കുറച്ച് സ്ലോയിലാണ് സംസാരിക്കുന്നത്. ഓ ബാബുസ്വാമിക്ക് ഓടിയാൽ മതി എന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും നാഗ അങ്ങനെ പറയുമ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടുമെന്നൊരു തോന്നലുണ്ടായിരുന്നോ? ഇല്ല, കാരണം അവരങ്ങനത്തെ ആളല്ല. അവർ ശരിക്കും ഒരു എന്താ പറഞ്ഞാൽ, നമ്മുടെ ധ്യാന അവസ്ഥയിൽ നിന്ന് പല അവസ്ഥകളിലും അവസ്ഥാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. ബാബുസ്വാമി ഒരുപാട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. നമുക്ക് ബാബുസ്വാമിയുടെ ബാബുസ്വാമിയുടെ മനസ്സിൽ ഒരാളുണ്ട്, അത് മെൻ്റലിസത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ഹായ് ബാബുസ്വാമി. നമസ്കാരം. ഐ എം സതീഷ്, മെൻ്റലിസ്റ്റാണ്. ബാബുസ്വാമിയുടെ മനസ്സിൽ ഒരാളുണ്ട്, അത് മെൻ്റലിസത്തിലൂടെ അതറിയാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിക്കുകയാണ്. ഓക്കെ. മെൻ്റലിസം ആണ്, 50-50 ആണ്. സക്സസ് ആവാം, ഫെയിലിയർ ആവാം. ഓക്കെ, എന്നാലും ഒരു ശ്രമമാണ്. റെഡി? ഓക്കെ. ബാബുസ്വാമി മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, എനിക്കറിയാൻ വഴിയില്ലാത്ത ഒരുപക്ഷെ ബാബുസ്വാമിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ മനസ്സിൽ കൊണ്ടുവരാം. റെഡിയാണോ? ഓക്കെ. ഓക്കെ, ആ പേര് മാത്രം മനസ്സിൽ കൊണ്ടുവരാം. കണ്ടിന്യൂസ്ലി അത് റിപ്പീറ്റ് ചെയ്യുക, മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതുപോലെ സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ, ആ പേര് പൂർണ്ണമായിട്ട് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ആ ഫേസ്, ഇതെല്ലാം മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ. ആ ഫേസ് തെളിയുന്നുണ്ട് മനസ്സിൽ. നാഗച്ചേച്ചിയൊന്നും വേണ്ട കേട്ടോ, വേറെ ആരെങ്കിലും. ഓക്കെ, റെഡി? ഓക്കെ, ഞാൻ ശ്രമിക്കാം. ജസ്റ്റ് ആ പേര് മാത്രം മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ ABCDEFGHIJKLMNOPQRSTUVW. ആ ഫസ്റ്റ് ലെറ്റർ മാത്രം കണ്ടിന്യൂസ്ലി മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ ഒരു എസ് ആണ്. റൈറ്റ്? ഓക്കെ. ഇതൊരു പുരുഷനാണോ സ്ത്രീയാണോ? പുരുഷനാണ്. ഓക്കെ, റെഡി? സെക്കൻഡ് ലെറ്റർ മാത്രം മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക, കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുക. ബാബുസ്വാമിയുടെ പേരിൻ്റെ സെക്കൻഡ് ലെറ്ററും ഈ മനസ്സിലുള്ള ആളുടെ സെക്കൻഡ് ലെറ്ററും സെയിം ലെറ്ററാണ്. റൈറ്റ്? ഓക്കെ. ആ ലാസ്റ്റത്തെ ലെറ്റർ മാത്രം, ആ പേര് മനസ്സിലുള്ള ആളുടെ പേരിൻ്റെ ലാസ്റ്റ് ലെറ്റർ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. അത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുക. കൈ കണ്ണിലേക്ക് നോക്കുക. ഓക്കെ.
അത് നീ എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് ലെറ്ററാണ്. യു ലാസ്റ്റ് ലെറ്റർ. ഓക്കെ. ബാബുസ്വാമി ഇവിടെ ഇരിക്കുകയാണ്. മീഡിയയുടെ പേരെന്നായിരുന്നു? ന്യൂസ് ടുഡേയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുകയാണ്. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഹായ് സനു എന്ന് പറയുന്നു. സനു ആണോ? ഓക്കെ, സനു ആരാ? മോനാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മോനാണല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എനിക്കിങ്ങനെ ബാബുസ്വാമിയെ പരിചയമുള്ള ആളുകളല്ലേ? അതെ അതെ. അപ്പോൾ ബാബുസ്വാമി ഇപ്പൊ ഇങ്ങനെ വീഡിയോ വൈറലായതിനു ശേഷം എന്താ തോന്നിയ ബാബുസ്വാമി? അത് വളരെ സന്തോഷം. അദ്ദേഹം ട്രോളുകളെയൊക്കെ വളരെ തമാശ രൂപേണ എടുക്കുന്ന ആളാണ്, വളരെ സോഷ്യലായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. മറ്റ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ജോലിക്ക് അപ്പുറമുള്ള സമയങ്ങളിലാണ് അദ്ദേഹം സമയം കണ്ടെത്താറുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ദോഷമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെയുള്ള സമയങ്ങളിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അത് ആത്മീയതയാണ്. മറ്റൊരാളെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള രീതികളിലേക്ക് സഞ്ചരിക്കണം എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു, മറ്റു സമയങ്ങളിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു. അത്രേ ഉള്ളൂ. ബാബുസ്വാമി ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ബാബുസ്വാമി ഭയങ്കരമായിട്ട് അവരോട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. അങ്ങനെ തന്നെയാണോ? ഭയങ്കര സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണോ? തീർച്ചയായിട്ടും. നമ്മൾക്ക് ജീവിതത്തിൽ ആരോടും വിരോധം കാട്ടേണ്ട സാഹചര്യമല്ല. വിരോധം കാട്ടുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ കൂടും, പല പ്രശ്നങ്ങളുണ്ടാകും. മാനസികമായ പ്രശ്നങ്ങളാണ് മനസ്സിനെ നിയന്ത്രിക്കാണ്ടാകുമ്പോഴാണ് നമ്മുടെ ശാരീരികമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ ഗുരുവിൽ നിന്നും പഠിച്ചതാണ്. അപ്പോൾ എന്ത് വേണം? ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അനുസരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയായി ജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് ബാബുസ്വാമി ഇങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്? ടെൻഷൻ ഫ്രീ എന്ന് പറയുമ്പോൾ ശരിയായിട്ട് ഗുരു നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ആത്മീയമായിട്ടുള്ള ധ്യാന പ്രക്രിയകളാണ് നമ്മൾക്ക് ഈ ടെൻഷൻ ഫ്രീ ഉണ്ടാക്കുന്നത്.